പച്ചപ്പും മൂടൽമഞ്ഞും പുതച്ച കുന്നിൻ ചെരുവുകളിൽ ചരിത്രമുറങ്ങുന്ന മണ്ണിലെ ആത്മീയ ചൈതന്യമായി അമ്പലവയൽ ശ്രീ മഹാശിവക്ഷേത്രം നിലകൊള്ളുന്നു. കേവലമൊരു ആരാധനാലയം എന്നതിലുപരി സഹസ്രാബ്ദങ്ങളുടെ സാംസ്കാരിക പൈതൃകവും ഭക്തിയുടെ നൈരന്തര്യവും ഒത്തുചേരുന്ന ഇടം കൂടിയാണത്. ഇവിടെ ഈ ശിവക്ഷേത്രത്തിൽ പ്രധാനമായിട്ട് നമ്മൾ നടത്തുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മംഗല്യ പൂജ നടത്തുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എല്ലാ മാസവും നമ്മളിവിടെ സർവൈശ്വര്യ പൂജ നടത്തുന്നുണ്ട്. അതിന് ഒരുപാട് ജനങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പം ജനങ്ങൾ തന്നെ അധികവും കേട്ടറിഞ്ഞ തന്നെ ക്ഷേത്രത്തിലേക്ക് ഇപ്പം നല്ല ജനങ്ങളുടെ പങ്കാളിത്തമുണ്ട്. ഇനിയിപ്പം ധ്വജപ്രതിഷ്ഠ അടുത്ത് വരികയാണ്. അത് നല്ല ഭംഗി തന്നെ നടത്തും. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ തീരുമാനിച്ചിട്ടുള്ളത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ 47 വർഷമായിട്ട് ഈ ക്ഷേത്രമായിട്ട് പരിചയമുള്ളതാണ്. ഈ 47 വർഷം മുന്നേ ഈ ക്ഷേത്രത്തിൻ്റെ വരവുകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൾക്കാർ വീടുകളിൽ വന്നിട്ട് ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ ആൾക്കാർ പങ്കെടുക്കും. അങ്ങനെയാണ് ഇതിൻ്റെ പങ്കാളിത്തമൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ നമുക്ക് വിശ്വസിച്ച് കഴിഞ്ഞാൽ മഹാദേവൻ നമ്മളെ ചതിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ വിശ്വാസമുള്ളവർ മാത്രമാണ്. കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് പഴയ കാരണന്മാരൊക്കെ. വയനാടിന്റെ ഹൃദയഭാഗത്ത് ഭക്തർക്ക് ഐശ്വര്യവും സമ്പത്തും മംഗളങ്ങളും നൽകി അനുഗ്രഹാശിസ്സുമായി അഭയഹസ്തമാകുന്ന കരുണാമയനായ സർവാഭീഷ്ടദായകനായ ശ്രീ കൈലാസനാഥൻ അമ്പലവയൽ ഗ്രാമത്തിന്റെ ഐശ്വര്യസ്തംഭമായി വിളങ്ങി നിൽക്കുന്നു. ഭാരതീയ സങ്കല്പമനുസരിച്ച് ശിവൻ വസിക്കുന്നത് കൈലാസത്തിലാണ്. എന്നാൽ വയനാടിന്റെ പ്രകൃതി രമണീയതയിൽ അമ്പലവയലിന്റെ മണ്ണിൽ ഭക്തർക്ക് വേണ്ടി കുടികൊള്ളുന്ന ഈ ശിവരൂപം പശ്ചിമഘട്ടത്തിന്റെ കൈലാസമായി വിശ്വസിക്കപ്പെടുന്നു. വയനാടിന്റെ ചരിത്രം ആദിമ ഗോത്രവർഗങ്ങളുമായും കുടിയേറ്റ സംസ്കാരങ്ങളുമായും ഇഴപിരിഞ്ഞ് കിടക്കുന്നതാണ്. ഈ ചരിത്ര വഴികളിൽ അമ്പലവയൽ ക്ഷേത്രത്തിനുള്ള സ്ഥാനം വളരെ വലുതാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഈ പ്രദേശം ഒരു പ്രധാന ആരാധനാ കേന്ദ്രമായിരുന്നു എന്നതിന് തെളിവുകൾ ഇന്നും നിലനിൽക്കുന്നു. വയനാടൻ ചെട്ടി സമുദായത്തിലെ ഭക്തരാണ് ഈ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ആദ്യമായി തുടക്കമിട്ടത്. അവരുടെ നിഷ്കളങ്കമായ ഭക്തിയും അധ്വാനവുമാണ് ക്ഷേത്രത്തെ ഇന്നത്തെ രൂപത്തിലേക്ക് എത്തിക്കുന്നതിൽ പങ്കുവഹിച്ചത്. അമ്പലവയൽ മഹാശിവക്ഷേത്രം നമ്മുടെ അറിവിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ്. നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഒരു സ്ത്രീയാണ് ഈ ക്ഷേത്രം ഇവിടെ പ്രതിഷ്ഠിച്ചത് എന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞു. അതിനുശേഷം ഈ ക്ഷേത്രം വയനാട്ടിലെ പഴയ ആൾക്കാരായ ചെട്ടി സമുദായത്തിൻ്റെ കയ്യിലായിരുന്നു ഈ ക്ഷേത്രവും ഈ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലവും. കാലങ്ങൾക്ക് ശേഷം ചെട്ടി വിഭാഗം ഈ ക്ഷേത്രം അമ്പലവയലുള്ള പ്രാദേശിക കമ്മിറ്റിയെ ഏൽപ്പിച്ചു. പ്രാദേശിക കമ്മിറ്റിയാണ് ഈ ക്ഷേത്രം നിലവിലിപ്പോൾ നടത്തി വരുന്നത്. നമ്മുടെ ക്ഷേത്രം ഒരു മഹാശിവക്ഷേത്രമായിട്ട് മാറുകയാണ്. അടുത്ത് തന്നെ ഈ ക്ഷേത്രത്തിൽ ധ്വജപ്രതിഷ്ഠ നടക്കാൻ പോവുകയാണ്. അത് നമ്മുടെ പ്രസിദ്ധനായ ശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി സാറാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിലെ പ്രധാന ഒരു വഴിപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമാമഹേശ്വര പൂജയാണ്. ക്ഷേത്രത്തിലെ എല്ലാ തിങ്കളാഴ്ചയും നടക്കുന്ന ഉമാമഹേശ്വര പൂജയിൽ പങ്കെടുക്കുന്നവർ അതിൻ്റെ പ്രസാദം വാങ്ങി ഇവിടുന്ന് തന്നെ കഴിച്ച് പോയി കഴിഞ്ഞാൽ 100% അതിനുള്ള ഫലം ലഭിച്ചു വരുന്നതായിട്ട് അറിയപ്പെടുന്നുണ്ട്. ശിവരാത്രി ദിവസങ്ങളിലും മറ്റ് ആഘോഷ പരിപാടികളിലും നിരവധി കലശങ്ങളും മറ്റു കാര്യങ്ങളും ഇവിടെ നടത്തപ്പെടുന്നു. ജനസാന്നിധ്യം കൊണ്ട് വളരെ ശ്രദ്ധേയമാണ് നമ്മുടെ അമ്പലവയൽ ശിവക്ഷേത്രം. അതുപോലെ തന്നെ സർപ്പക്കാവുകൾ, വയനാട്ടിൽ തന്നെ ഏറ്റവും വലിയ സർപ്പക്കാവുകളിൽ ഒന്നാണ് അമ്പലവയൽ ശിവക്ഷേത്രത്തിലുള്ളത്. എല്ലാ മാസവും ആയില്യം നാളിലാണ് അവിടെ പൂജ നടക്കാറ്. കുംഭമാസത്തെ ആയില്യം നാളിലാണ് സർപ്പക്കാവിലെ പ്രധാന വിശേഷം നടക്കുന്നത്. 1970-കൾക്ക് ശേഷം ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിക്കുകയും ജാതിമത ഭേദമന്യേ നാട്ടുകാർ ഒന്നടങ്കം ഏറ്റെടുക്കുകയും ചെയ്തതോടെയാണ് ക്ഷേത്രത്തിന്റെ ആധുനിക മുഖച്ഛായ തെളിഞ്ഞു തുടങ്ങിയത്. ഇന്ന് കാണുന്ന ശ്രീകോവിൽ, ഉപദേവതാ പ്രതിഷ്ഠകൾ, നമസ്കാര മണ്ഡപം, ചുറ്റമ്പലം, തിടപ്പള്ളി, ഗോശാല തുടങ്ങിയവയെല്ലാം വിശ്വാസികളുടെ സമർപ്പണത്തിന്റെ അടയാളങ്ങളാണ്. ഹിന്ദു ക്ഷേത്ര നിർമ്മാണ ശാസ്ത്രമനുസരിച്ച് ഒരു ക്ഷേത്രമെന്നത് കേവലം കല്ലും മണ്ണും കൊണ്ടുള്ള നിർമ്മിതിയല്ല, മറിച്ച് അത് ഭഗവാന്റെ ഭൗതിക ശരീരമാണ്. പ്രസാദ പുരുഷൻ എന്ന ഈ സങ്കല്പത്തെ അമ്പലവയൽ ക്ഷേത്രം അതിന്റെ പൂർണ്ണതയിൽ ഉൾക്കൊള്ളുന്നു. ക്ഷേത്രത്തിന്റെ ഓരോ ഭാഗത്തും മനുഷ്യ ശരീരത്തിലെ ഓരോ അവയവങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ക്ഷേത്രത്തിന്റെ ഗോപുരഭാഗം പാദങ്ങളായും, നാലമ്പലം കൈകളായും, മണ്ഡപം ഗളമായും,
ശ്രീകോവിൽ ശിരസ്സുമായും കണക്കാക്കപ്പെടുന്നു. ഗർഭഗൃഹത്തിനുള്ളിൽ കുടികൊള്ളുന്ന പ്രതിഷ്ഠ ജീവാത്മാവിന്റെ പ്രതീകമാണ്. അമ്പലവയലിലെ ഓരോ പ്രദക്ഷിണ വഴികളും ഭക്തനെ തന്റെ ഉള്ളിലെ ഈശ്വര ചൈതന്യത്തിലേക്ക് നയിക്കുന്ന പടവുകളാണ്. നാലമ്പലത്തിന് പുറത്തുള്ള പ്രദക്ഷിണ വഴി കുക്ഷിസ്ഥാനമായും വലിയ ബലിക്കല്ല് മൂലാധാര ചക്രമായും സങ്കല്പിക്കപ്പെടുന്നു. ഈയൊരു ദർശനത്തിലൂടെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ഭക്തൻ തന്റെ തന്നെ ശരീരത്തിന്റെ വിശുദ്ധിയിലേക്കും പ്രപഞ്ച സത്യത്തിലേക്കുമാണ് ചുവടുവെക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ പ്രധാന ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രവും കുളവും കാവും ഒന്നിച്ച് നിൽക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ക്ഷേത്രമാണിത്. മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ ക്ഷേത്രം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ ക്ഷേത്രവും കുളവും കാവും ഒന്നിച്ചാണുള്ളത്. ഈ എല്ലാ മാസവും ആയില്യം നാളിലാണ് ഇവിടുത്തെ സർപ്പക്കാവിൽ പൂജ നടക്കാറുള്ളത്. കുംഭമാസത്തിലെ ആയില്യം നാളിലാണ് ഇവിടുത്തെ വിശേഷാൽ പൂജ നടക്കുന്നത്. ഇവിടുത്തെ അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാദൃശികമായിട്ട് ഒരു വർഷം നമുക്ക് ഇവിടുത്തെ ആയില്യം നാളിൽ പൂജ നടക്കാതെ സംഭവിച്ചുപോയി. അതിൻ്റെ അടുത്ത ദിവസം തന്നെ നമ്മുടെ ക്ഷേത്രത്തിനകത്ത് സർപ്പങ്ങളെ വന്ന് കണ്ടു. ഞങ്ങൾ പ്രശ്നവശാൽ അത് പൂജ നടക്കാത്തതെന്നാൽ മനസ്സിലായതുകൊണ്ട് അതിൻ്റെ തൊട്ടടുത്ത മാസം തന്നെ ഞങ്ങളതിനെ പ്രതീതി ചെയ്ത് അതോടുകൂടെ നമുക്ക് ആ ഒരു വിഷയം പിന്നെ ഇല്ലാണ്ടായി. എല്ലാ മാസവും ആയില്യം നാളിൽ നിരവധി വയനാട്ടിൻ്റെ അകത്തും പുറത്തുമുള്ള നിരവധി ഭക്തന്മാർ ഈ കാവ് സന്ദർശിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. അമ്പലവയൽ ശ്രീ മഹാശിവക്ഷേത്രം ഇപ്പോൾ ഒരു പുതിയ ചരിത്ര ദൗത്യത്തിലേക്ക് കടക്കുകയാണ്. ധ്വജസ്തംഭ പ്രതിഷ്ഠ. ഒരു ക്ഷേത്രത്തിന്റെ ആത്മീയ ഘടനയിൽ കൊടിമരത്തിനുള്ള സ്ഥാനം ഏറ്റവും നിർണായകമാണ്. ക്ഷേത്രത്തിൽ വന്ന് തൊഴുന്നതിന് തുല്യമാണ് ധ്വജസ്തംഭത്തെ വന്ദിക്കുന്നതെന്ന് ഋഷീശ്വരന്മാർ വിധിക്കുന്നത് വെറുതെയല്ല. സുഷുമ്ന ധ്വജ രൂപേണ തന്ത്രി സമുച്ചയം പറയുന്നത് പോലെ മനുഷ്യ ശരീരത്തിലെ നട്ടെല്ലിനുള്ളിലെ സുഷുമ്ന നാഡിയുടെ പ്രതീകമാണ് കൊടിമരം. നട്ടെല്ലിന്റെ ഏറ്റവും താഴെയുള്ള മൂലാധാരത്തിൽ നിന്നാരംഭിച്ച് സഹസ്രാര പത്മത്തിൽ എത്തുന്ന കുണ്ടലിനി ശക്തിയുടെ ആരോഹണമാണ് ക്ഷേത്രത്തിലെ ധ്വജവും ശ്രീകോവിലും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്നത്. ക്ഷേത്രപ്രതിഷ്ഠ സഹസ്രാര പത്മത്തിലാണെങ്കിൽ അതിന്റെ ഊർജാവഹമായ സുഷുമ്നയാണ് ധ്വജസ്തംഭം. ധ്വജത്തിൽ നിന്നൊരു പ്രത്യേക ഊർജം പ്രസരിക്കുന്നതായി ആധുനിക ശാസ്ത്രം പോലും വിശ്വസിക്കുന്നു. ഇടിമിന്നലിനെ ആവാഹിച്ച് നിഷ്ക്രിയമാക്കുന്ന ലൈറ്റനിങ് അറസ്റ്റർ ആയി ഇത് പ്രവർത്തിക്കുന്നു. ഗർഭഗൃഹത്തിലെ വിഗ്രഹത്തിൽ നിന്നും പ്രസരിക്കുന്ന ഊർജം കൊടിമരത്തിലൂടെ അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുകയും അത് ക്ഷേത്ര പരിസരത്തെ പവിത്രമാക്കുകയും ചെയ്യുന്നു. ആധാരശിലയിൽ നവരത്നങ്ങൾ, സ്വർണം, വെള്ളി, ചെമ്പ് എന്നിവ നിക്ഷേപിച്ച് സ്ഥാപിക്കുന്ന ഈ സ്തംഭം പ്രപഞ്ചശക്തിയെ ഭൂമിയിലേക്ക് ആവാഹിക്കുന്ന ഒരു ആത്മീയ സ്തംഭമാണ്. അധോമുഖകമലം, ഊർധ്വാമുഖകമലം, അഷ്ടദള പത്മം എന്നിങ്ങനെ ഓരോ ഘട്ടങ്ങളിലൂടെയും കൊടിമരം ഭക്തന്റെ മനസ്സിനെ ലൗകിക തലത്തിൽ നിന്നും ആത്മീയ തലത്തിലേക്ക് ഉയർത്തുന്നു. 2026 നടക്കാനിരിക്കുന്ന ധ്വജസ്തംഭ പ്രതിഷ്ഠ അമ്പലവയൽ ഗ്രാമത്തിന്റെ ആത്മീയ ഭൂപടത്തിൽ ഒരു നാഴികക്കല്ലാകുമെന്നതിൽ സംശയമില്ല. വയനാടിന്റെ ചരിത്രപരമായിട്ടുള്ള ഒരു എടക്കൽ ഗുഹയും പൂപ്പൊലിയുടെ നഗരവും കൂടി ആയിട്ടുള്ള അമ്പലവയൽ, അതായത് ടൂറിസ്റ്റുകളുടെ പറുദീസയാണ് അമ്പലവയൽ. അതിൽ പുരാതനമായിട്ടുള്ള ക്ഷേത്രം എന്ന് പറയാനുള്ളത് ഈ അമ്പലവയൽ മഹാശിവക്ഷേത്രമാണ്. അമ്പലവയൽ മഹാശിവക്ഷേത്രത്തിൽ കാലങ്ങളായി നടക്കാറുള്ള ശിവരാത്രി മഹോത്സവം വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് ഇവിടെ നടക്കാറുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ അതിർത്തി ഗ്രാമങ്ങൾ ആയ കർണാടക, തമിഴ്നാട് ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തന്മാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു ക്ഷേത്രമാണ്. കാരണം പുരാതനമായ ക്ഷേത്രമായതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൽ വിശ്വാസികളുടെ പ്രവാഹം തന്നെ ഈ ശിവരാത്രി സമയത്തുണ്ട്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ട്. കാരണം നമുക്കിവിടെ നിന്നും കാല് കുത്താനുള്ള ഇട ഉണ്ടാവാത്ത ഒരവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അത്രയും പ്രസിദ്ധമായിട്ട് ഉള്ളൊരു ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രത്തിൽ നമ്മുടെ കുട്ടികൾക്ക് ആധ്യാത്മിക പഠനം തുടങ്ങുന്നതിന് വേണ്ടി ജ്ഞാനസാഗരം എന്നുള്ളൊരു സംരംഭം ഞങ്ങളിവിടെ തുടങ്ങിയിട്ടുണ്ട്. അതിവിടെ നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ വേദികളിൽ പല പരിപാടികൾ അവതരിപ്പിക്കാറുണ്ട്. പല ക്ഷേത്രങ്ങളിലും പോയി അവർ പരിപാടികൾ അവതരിപ്പിച്ച് വരാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ തൈലാദിവാസം നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിൻ്റെ കൊടിമരത്തിൻ്റെ ധ്വജപ്രതിഷ്ഠ നടക്കാൻ പോവുകയാണ്. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി സാറ് വരുന്നുണ്ട്. വിപുലമായ പരിപാടികളാണ് എല്ലാ വർഷവും നമ്മൾ നടത്താറുള്ളത്. അമ്പലവയൽ ക്ഷേത്രത്തിലെ ഓരോ പ്രതിഷ്ഠയ്ക്കും അതിൻ്റെതായ ചരിത്രവും പ്രാധാന്യവുമുണ്ട്. പ്രധാന പ്രതിഷ്ഠയായ ശിവനോടൊപ്പം തന്നെ പാർവതീദേവിയുടെ സാന്നിധ്യവും ഭക്തർക്ക് വലിയ ആശ്വാസമാണ്. ഇത് കുടുംബ ഭദ്രതയ്ക്കും മാംഗല്യത്തിനും ഐശ്വര്യത്തിനും ഉത്തമമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഗണപതി, ദക്ഷിണാമൂർത്തി, അയ്യപ്പൻ തുടങ്ങിയ ഉപദേവതാ സാന്നിധ്യങ്ങൾ ക്ഷേത്രത്തിന്റെ പൂർണ്ണത വർദ്ധിപ്പിക്കുന്നു. ക്ഷേത്രത്തിലെ സർപ്പക്കാവ് വയനാടിന്റെ പ്രകൃതി സംരക്ഷണ പാരമ്പര്യത്തെ ഓർമ്മിപ്പിക്കുന്നതാണ്. സർപ്പങ്ങൾ പരിസ്ഥിതിയുടെ കാവൽക്കാരാണെന്ന പ്രാചീന സങ്കല്പം ഇന്നും ഇവിടെ ഭക്തിപൂർവ്വം നിലനിർത്തുന്നു. ഗോശാലയും ശാന്തിമഠവും ക്ഷേത്രത്തെ ഒരു ആത്മീയ പഠന കേന്ദ്രമായും സേവന കേന്ദ്രമായും
തന്നെയും മാറ്റുന്നു. നിത്യേനയുള്ള പൂജകളും വിശേഷാൽ വഴിപാടുകളും ഭക്തർക്ക് മാനസികമായ ശാന്തിയും ആത്മവിശ്വാസവും നൽകുന്നു. ഇവിടെ പ്രധാനമായി നടക്കുന്ന വഴിപാട് എന്ന് പറഞ്ഞാൽ മഹാമൃത്യുഞ്ജയമാണ്. എല്ലാ മലയാള മാസം ആ തിങ്കളാഴ്ചകളിലും ഇവിടെ മഹാമൃത്യുഞ്ജയമുണ്ട്. അതേപോലെ തന്നെ എല്ലാ തിങ്കളാഴ്ചകളിലും മഹാമൃത്യുഞ്ജയം ഇവിടെ ചെയ്യാറുണ്ട്. അത് ഭക്തർക്ക് നല്ലൊരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. ധാരാളം ആൾക്കാർ മഹാമൃത്യുഞ്ജയം വരുന്നുണ്ട്. പിന്നെ ഇവിടെ അത്ഭുതങ്ങൾ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആയില്യത്തിന് എല്ലാ വർഷവും ആദ്യം കുംഭമാസത്തിലായിരുന്നു നടന്നിരുന്നത്. കുംഭമാസം ആയില്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു വർഷം ആ ആയില്യം ദാഹം വിട്ടുപോയി. അന്ന് സർപ്പം ശ്രീകോവിലിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതേപോലെ എന്നിട്ട് പിറ്റത്തെ മാസം ചെയ്യേണ്ടി വന്നത്. അങ്ങനെ ഒരു പ്രശ്നം അത്ഭുതം ഉണ്ടായിട്ടുണ്ട്. ഈ ആയില്യനാളിൽ തന്നെ ഈ കുംഭമാസം ആയില്യനാളത്തിന് പലരും നമ്മളെ കാവിൽ വെച്ച് സർപ്പത്തിനെ കണ്ടിട്ടുണ്ട്. പുനഃപ്രതിഷ്ഠ കഴിഞ്ഞ് 12 വർഷം കൂടുമ്പോൾ നവീകരണം നടത്തുക എന്നത് ക്ഷേത്ര ആചാരങ്ങളിൽ പ്രധാനമാണ്. ഈ നവീകരണ ചൈതന്യം 2026 അമ്പലവയലിൽ ദ്രവ്യകലശത്തിലൂടെയും ധ്വജപ്രതിഷ്ഠയിലൂടെയും പൂർത്തിയാക്കപ്പെടുകയാണ്. ഒരു ക്ഷേത്രത്തിന്റെ ചൈതന്യം വർദ്ധിപ്പിക്കുന്നതിനും കാലപ്പഴക്കം കൊണ്ടുവന്നേക്കാവുന്ന ന്യൂനതകൾ പരിഹരിക്കുന്നതിനുമാണ് ദ്രവ്യകലശം നടത്തുന്നത്. ഇനിയും ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ ബാക്കിയുണ്ട്. ഗോപുര നിർമ്മാണവും ധ്വജസ്തംഭ പ്രതിഷ്ഠയുമാണ് വരാനിരിക്കുന്ന പ്രധാന ചടങ്ങുകൾ. വയനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തർ ഒത്തുചേരുന്ന ഈ പുണ്യകർമ്മം പ്രദേശത്തിന്റെ സാമൂഹികവും സാംസ്കാരികവുമായ ഐക്യത്തെ കൂടുതൽ ദൃഢമാക്കും. വരാനിരിക്കുന്ന തലമുറകൾക്ക് കൈമാറാനുള്ള വലിയൊരു പൈതൃക സ്വത്താണ് ഈ പുനരുദ്ധാരണ പ്രവർത്തനത്തിലൂടെ ഇവിടെ ഒരുങ്ങുന്നത്. അമ്പലവയൽ ശിവക്ഷേത്രം കേവലം ഒരു ആരാധനാലയമല്ല, മറിച്ച് ഗ്രാമത്തിന്റെ ഹൃദയമിടിപ്പാണ്. ഈ ക്ഷേത്രത്തിന്റെ അടുത്താണ് ഞാൻ താമസിക്കുന്നത്. 3 വയസ്സുള്ള അന്ന് അടുത്ത് വന്ന് താമസം തുടങ്ങിയതാണ്. അച്ഛനും അമ്മയും കുടുംബമായിട്ട് കോളനി സ്ഥലം കിട്ടിയിട്ട് അന്ന് തൊട്ട് ഈ അമ്പലത്തിൽ ഈ ചെറുപ്പം മുതലേ നടന്ന് ശീലിച്ച് വന്നതാണ് ഈ അമ്പലം മുറ്റം. അന്നേ ഞങ്ങൾ ഇവിടെ ചെട്ടിമാരായിരുന്നു ഇത് നടത്തിയിരുന്നത്. അന്ന് ഞങ്ങൾ പല അനുഭവങ്ങളും ഇവിടെ വെച്ച് കണ്ടിട്ടുള്ളതാണ് ചെറുപ്പത്തിൽ. ഇന്നും മഹാദേവനെ വിളിച്ചാൽ ഞങ്ങൾക്ക് യാതൊരു വിഷമം കൂടാതെ എല്ലാ കാര്യങ്ങളും മഹാദേവൻ നടത്തി തരുന്നുണ്ട്. എന്നും അന്നും ഞാനിവിടെ തന്നെയുണ്ട്. പുരാതന കാലം മുതൽക്കേ ക്ഷേത്രങ്ങൾ കലയുടെയും വിദ്യാഭ്യാസത്തിന്റെയും സാമൂഹിക ഇടപെടലുകളുടെയും കേന്ദ്രങ്ങളായിരുന്നു. അമ്പലവയലിലും ഈ പാരമ്പര്യം തുടരുന്നു. ക്ഷേത്രത്തിലെ ഉത്സവങ്ങളും ആഘോഷങ്ങളും വിഭിന്ന സമുദായങ്ങൾ തമ്മിലുള്ള ബന്ധം പുതുക്കുന്നതിനുള്ള അവസരങ്ങളാണ്. വർഷങ്ങളായി പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെ വിവാഹം ഈ ക്ഷേത്ര സന്നിധിയിൽ വെച്ചിട്ട് ക്ഷേത്ര കമ്മിറ്റിക്കാരുടെയും നാട്ടുകാരുടെ എല്ലാം കൂടെ സഹകരണത്തോടു കൂടി ആഭരണവും വസ്ത്രവും ഭക്ഷണവും എല്ലാം 1000 ആളുടെ സദ്യ അടക്കം കൊടുത്തുകൊണ്ട് പിന്നെ തുടർച്ചയായിട്ട് നടന്നു വരുന്നുണ്ട്. അടുത്ത വർഷങ്ങളിലും തുടർന്ന് നടത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനുള്ള പ്രവർത്തനമായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കമ്മിറ്റി. ക്ഷേത്രമതിലിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഗോപുരഭാഗത്തെ നിലം തൊട്ട് വന്ദിക്കുന്നത് ഭഗവാന്റെ പാദങ്ങൾ തൊട്ടു വന്ദിക്കുന്നതിന് തുല്യമാണ്. ഈ വിനയവും സമർപ്പണവുമാണ് ഒരു ഭക്തനെ യഥാർത്ഥ മനുഷ്യനായി മാറ്റുന്നത്. ക്ഷേത്രത്തിൽ വരുന്ന ഒരാൾ ജാതിയുടെയോ പദവിയുടെയോ വലിപ്പച്ചെറുപ്പമില്ലാതെ ഭഗവാന്റെ മുന്നിൽ ഒന്നായി മാറുന്നു. ഇത് തന്നെയാണ് സനാതനധർമ്മം വിഭാവനം ചെയ്യുന്ന സമത്വ ദർശനം. മാറ്റങ്ങൾ പ്രകൃതി നിയമമാണ്. എന്നാൽ ആ മാറ്റങ്ങൾക്കിടയിലും തനിമ കൈവിടാതെ നിൽക്കുന്നതാണ് അമ്പലവയൽ ശ്രീ മഹാശിവക്ഷേത്രത്തിന്റെ സവിശേഷത. വരാനിരിക്കുന്ന 2026 ധ്വജസ്തംഭ പ്രതിഷ്ഠയും ദ്രവ്യകലശവും ഒരു പുതിയ ഉണർവിന്റെ തുടക്കമാണ്. ഭക്തർ കൈകോർക്കുമ്പോൾ, വിശ്വാസം കർമ്മമായി മാറുമ്പോൾ അവിടെ കൈലാസനാഥന്റെ അനുഗ്രഹം വർഷിക്കുന്നു. ക്ഷേത്രത്തിലെ ഓരോ വാസ്തുവിദ്യയും പ്രപഞ്ചത്തിലെ പഞ്ചഭൂതങ്ങളെ സന്തുലിതമാക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. അമ്പലവയൽ ക്ഷേത്രത്തിലെത്തുന്ന ഓരോ ഭക്തനും അനുഭവിക്കുന്ന ആ വലിയ ശാന്തി ഈ സന്തുലിതാവസ്ഥയുടെ ഫലമാണ്. അമ്പലവയൽ എന്ന ഗ്രാമത്തിന്റെ ഐശ്വര്യം ഈ ക്ഷേത്രത്തിലെ നിത്യമായ വിളക്കുകളിൽ കുടികൊള്ളുന്നു. വരും തലമുറയ്ക്ക് ഒരാത്മീയ പൈതൃകം കരുതലോടെ കൈമാറേണ്ടത് ഓരോ വിശ്വാസിയുടെയും കടമയാണ്. ആധുനികതയുടെ വേഗതയ്ക്കിടയിലും ശാന്തി തേടുന്ന മനസ്സിന് അമ്പലവയൽ ശിവക്ഷേത്രം എന്നും ഒരു തണൽമരമായി നിലകൊള്ളും.